ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ്സ് ആണ്. അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു 1/2 കിലോയോളം ക്യാരറ്റ് വേണം. അത് നന്നായി പീൽ ചെയ്ത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നന്നായി കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ഇത് ചേർത്ത് കൊടുക്കണം. കുക്കറിലാവുമ്പം പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം. ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും കൂടി, ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇത് ചേർത്ത് നന്നായി അങ്ങ് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരരിപ്പയിലൂടെ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. തരിയൊന്നും ഒട്ടും വരാതെ നല്ലതുപോലെ അരിച്ചെടുക്കാം. കാരണം ഇത് വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്വീറ്റ്സാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്വീറ്റ്സാണ്. അപ്പം നമ്മൾ ഇനി അരിച്ചെടുത്ത കൂട്ടിലേക്ക് നമുക്ക് 1/4 കപ്പിൻ്റെ പകുതിയോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ 1/4 കപ്പ് നിറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് 1/4 കപ്പ് നിറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വിസ്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യാം. ഞാനിപ്പം സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ മിക്സായി. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം തീയിലിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. അപ്പം നമ്മുടെ ഈ സ്വീറ്റ്സ് ക്യാരറ്റും കോൺഫ്ലവറും പഞ്ചസാരയും ചേർത്തുണ്ടാക്കുന്ന ഈ സ്വീറ്റ്സ് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണ്. കുറച്ച് നേരം നമ്മളിത് ഇളക്കി കൊടുക്കണം. അലുവ പരുവമാകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. കുറച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ ഇളക്കിയെടുക്കണം. ഇനി ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകമുണ്ട്, അതുവരെ നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കണം. ദീപാവലിക്കും വിഷുവിനും ഒക്കെ നമുക്ക് മധുരം സ്വീറ്റ്സ് തയ്യാറാക്കണമെങ്കിൽ പറ്റിയ ഒരു ഐറ്റമാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഇപ്പം നമുക്ക് അലുവ പരുവമായി വരുന്നുണ്ട്. ഇപ്പം പാത്രത്തിൽ നിന്നൊക്കെ ഇത് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് അല്പം നെയ്യൊക്കെ തടവി അതിലേക്ക് ഈ കൂട്ടൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലൊരു സ്പൂൺ കൊണ്ടൊന്ന് നിരപ്പാക്കി കൊടുക്കണം. ഏകദേശം 1 മണിക്കൂറോളമൊക്കെ ഇതൊന്ന് സെറ്റാവാൻ വയ്ക്കാം. 1 മണിക്കൂറൊന്നും വേണ്ട, അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഇത് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് 1 മണിക്കൂറോളമായി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കാം. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്ത് സോഫ്റ്റാണെന്നൊക്കെ, കത്തിയൊക്കെ അങ്ങ് നന്നായിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇനി നമുക്കിത് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ചതുര പാത്രത്തിലൊഴിച്ച് സെറ്റ് ചെയ്താലും മതി. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ ഇതെടുത്ത് കഴിക്കാനും നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ പൊടിച്ചത് വേണം. അപ്പം ഞാൻ ആ തേങ്ങ പൊടിച്ചിട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് വേണ്ടത്. അപ്പം ഞാനത് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ മിക്സിയിൽ കുറച്ച് തേങ്ങ തിരുകി പൊടിച്ചെടുത്തു. പിന്നീട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി. അപ്പോഴും നമ്മൾ ക്യാരറ്റ് വഴറ്റിയ പാത്രത്തിലാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് തേങ്ങയ്ക്ക് ഈ യെല്ലോ ഷെയ്ഡ് വന്നത്. ഇനി ഇതിലൊന്ന് മുക്കി വെച്ച ശേഷം നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. നല്ല ഒരു സ്വീറ്റ്സാണിത്. കണ്ടാലും എല്ലാവരും ഇഷ്ടപ്പെടും, കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് 10 മണിക്കൊക്കെ കഴിക്കാനൊക്കെ ഇത് കൊടുത്തു വിടാൻ പറ്റും. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ തേങ്ങയുടെ പൊടിയിൽ മുക്കി
എല്ലാം പറക്കി വയ്ക്കുകയാണ്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്വീറ്റ്സ് കാണാൻ നോക്കി എന്ത് ഭംഗിയാന്ന്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് എല്ലാവരും കമൻ്റ് ഇടണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.